ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് കത്തിക്കട്ടെ. അപ്പോൾ ഇനി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇന്ന് 10 മണിക്ക് കോട്ടപ്പള്ളിയിൽ പോവേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അതായത് അടുത്തുള്ള വീട്ടിൽ തുണിക്കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ അവിടേക്കും ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സ് ഉണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കോട്ടപ്പള്ളിയിൽ പുതിയൊരു ബിൽഡിങ് വന്നിട്ടുണ്ടല്ലോ, സ്റ്റാറ്റസ് മാള്. അപ്പോൾ അതിലാണ് കേട്ടോ കട. അപ്പോൾ നമ്മളുടെ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ചോറിനുള്ള വെള്ളമൊക്കെ മാള് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞേക്ക് അതിലേക്ക് അരിയൊക്കെ നന്നായി കഴുകി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിവിടെ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞാൻ ചായ കുടിക്കട്ടെ. അപ്പോൾ ഇനി ചായ കുടി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ചായ കുടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിപ്പോൾ അത് ഇടുന്നതല്ലേ, അപ്പോൾ എന്നും അതിനെ ഇടണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. എന്നും ഒരേപോലത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇന്ന് താത്തയും കുട്ടികളും വിരുന്ന് വരുന്നുണ്ട്. അവരുടെ മദ്രസൊക്കെ പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവർ രാവിലെ പോന്നിട്ടുണ്ട്. അപ്പോൾ അവരും 10 മണിയാകുമ്പോഴേക്ക് കോട്ടപ്പള്ളിയിലേക്ക് എത്തും. അപ്പോൾ അവരോട് ഞങ്ങൾ ആ കടയിലേക്ക് വരാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പാത്രങ്ങളെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് തുടച്ചിടട്ടെ. അപ്പോൾ വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരുമ്പാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി തുണികൾ തിരുമ്പിയെടുത്തേ. അപ്പം ഇനി തിരുമ്പൽ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. 10 മണിക്ക് അവിടെ എത്താനുള്ള അർജൻറ്റിലാണ് കേട്ടോ ഓരോ പണികളും ചെയ്യുന്നത്. അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുണികൾ തോരിടണം കേട്ടോ. അപ്പോൾ മുകളിൽ അയൽ കെട്ടിയിരിക്കുകയാണേ. അതായത് മുകളിലത്തെ സിറ്റ് ഔട്ടില്ലേ, അവിടെയാണ് അയൽ കെട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെയാണ് തോരിടുന്നത്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചുരിദാർ ഇസ്തിരിക്കിടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് കുട്ടികളുടെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും അല്ലേ. അത് താത്തയും കുട്ടികളും വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 പേര് ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും, പറഞ്ഞാൽ അവർ കേൾക്കില്ല. അപ്പോൾ ഞാനും മാളുമ്പാടെ കോട്ടപ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് മാളിൻ്റെ മുമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ കേട്ടോ. എന്നിട്ട് അവിടെ എത്തിയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ ഞങ്ങൾ കടയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കടയുടെ പേര്. ഞങ്ങൾ ചെല്ലലും ഉദ്ഘാടനം ഒക്കെ ഒപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഇനി നാളെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നേരെ മീൻ കടയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മീനൊക്കെ വാങ്ങി ഇനി നേരെ പോകുന്നത് പച്ചക്കറി വാങ്ങാനാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറി വാങ്ങാനാണ് പോകുന്നത്. ആ കാണുന്ന പച്ചക്കറി കടയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും മിഠായി, എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാനാണ് കേട്ടോ. അവർക്കൊന്നുമില്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ചെല്ലേണ്ടി വരില്ല, പിന്നെ കരച്ചിലും പറച്ചിലും ആവും. അപ്പോൾ ഞങ്ങളിതാ അതൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി ഇനി മീനൊക്കെ പാകത്തിനുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ കഴുകിയെടുക്കുകയാണ് കേട്ടോ. മീൻ കറി വെക്കുന്ന വീഡിയോസ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ തിളച്ച് വന്ന കറിയിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി മീനൊന്ന് പൊരിച്ചെടുക്കട്ടെ. എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അതിനിപ്പോൾ വലിയ പണിയൊന്നും ഇല്ലല്ലോ അല്ലേ. സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ എല്ലാവരും മറക്കാതെ ചെയ്യുക കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നത്.
അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, എന്നാലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മീൻ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ മറിച്ചിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇനി കേബേജ് ഉപ്പേരിയും കൂടെ വെക്കാനുണ്ട്. അതിനായിട്ട് കേബേജ് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കേബേജ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേബേജിലേക്കാണ് കേട്ടോ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഇനി ചോറ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉമ്മ എനിക്ക് വറുത്ത പുളിങ്കുരു തന്നിട്ട്, അതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എനിക്ക് പഴയ ഓർമ്മ വന്നു, പണ്ടൊക്കെ എപ്പോഴും ഇത് വറുത്ത് കഴിച്ചിരുന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.